നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. പുതിയ മന്ത്രിസഭ നാളെ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. മന്ത്രിമാരുടെ എല്ലാം പേരുകൾ പുറത്തു വന്നു കഴിഞ്ഞു. എല്ലാ മന്ത്രിമാരും നാളെ ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മന്ത്രിമാരുടെ അവസാന ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ പല അത്ഭുതങ്ങളും പല വിസ്മയങ്ങളും സംഭവിച്ചിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പലരും മന്ത്രിമാരുടെ കൂട്ടത്തിലില്ല. ആ പ്രതീക്ഷിക്കാത്തതിൽ വരികയും ചെയ്തു. ഏറ്റവും അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ മന്ത്രിസഭയിൽ വന്ന രണ്ട് പേര് കെ എ തുളസിയും ജലീഷുമാണ്. തുളസിയാണെങ്കിൽ വയനാട്ടിൽ നിന്ന് രണ്ട് മന്ത്രിമാർ വരുന്നുള്ളതാണ്. സിദ്ദീഖ് മന്ത്രിയാവുന്ന ഉറപ്പായി, തുളസിയും മന്ത്രിയാവുന്ന ഉറപ്പായി. അതേസമയം രണ്ട് ജില്ലകൾക്ക് ഒറ്റ മന്ത്രി പോലും ഇല്ല. അത് 12 എംഎൽഎമാരെ സമ്മാനിച്ച കോഴിക്കോടിനും കാസർഗോഡിന് ഒരൊറ്റ മന്ത്രി പോലുമില്ല. ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത കെ.സി. വേണുഗോപാൽ മന്ത്രിസഭയിൽ എങ്ങനെ പിടിമുറുക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രിസഭയിലെ കോൺഗ്രസ് മന്ത്രിമാരായ 12 പേരിൽ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരിൽ 8 പേരും കെ.സി. വേണുഗോപാലിൻ്റെ ആളുകളാണെന്ന് പറയാം. സീനിയറായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഗ്രൂപ്പിൽ പെടാതെ നിൽക്കുന്നത്. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, കെ. മുരളീധരൻ, രമേശ് ചെന്നിത്തല, പിന്നെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവായ വിഷ്ണുനാഥ്. ഈ 4 പേരും നായർ സമുദായത്തിൽപ്പെട്ടവരുമാണ്. ബാക്കി എല്ലാ മന്ത്രിമാരുടെയും കാര്യത്തിൽ കെ.സി. വേണുഗോപാലിൻ്റെ ആളുകളാണ് വന്നിരിക്കുന്നത്. സതീശൻ്റെയും ചെന്നിത്തലയുടെയും ആളുകളൊന്നും ഇതിനകത്ത് കാര്യമായിട്ട് കടന്നുകൂടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. 3 ഈഴവ മന്ത്രിമാരുണ്ട്, 2 പട്ടികജാതിക്കാരുണ്ട്, 2 പേര് കാത്തലിക്കാണ്. റോമൻ കാത്തലിക്കിന് സാധാരണ ഒരാളെ കോൺഗ്രസ് വരാറുള്ളൂ. ലാറ്റിൽ നിന്ന് ഒരാളുണ്ട്, അത് പക്ഷേ ഘടകകക്ഷിയിൽ നിന്നാണ്. പട്ടികജാതിക്കാർ തന്നെ നേരത്തെ അങ്ങനെ 2 പേര് ഒരുപോലെ വന്നിട്ടില്ല. പട്ടികജാതിയിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളൂ. ഇത്തവണ 2 പേര് വന്നിട്ടുണ്ട്. ഇവരെല്ലാം കെ.സി. വേണുഗോപാലിൻ്റെ ആളുകളാണെന്നുള്ളതാണ് പ്രത്യേകത. യാക്കോബായ സമുദായത്തിൽ നിന്ന് ഘടകകക്ഷിയിൽ നിന്നാണെങ്കിൽ ഒരാളുണ്ട്, അനൂപ് ജേക്കബ്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരാളുമില്ല. ഘടകകക്ഷികളുടെ കൂടെയില്ല, കോൺഗ്രസിൽ നിന്നുമില്ല. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിക്കാൻ പല കാരണമുണ്ട്. കാരണം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് 2 പേര് ജയിച്ചിട്ടുണ്ടെങ്കിലും അതിനകത്ത് സീനിയർ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മനാണ് സാധ്യത. രണ്ടാമത് ഉമ്മൻചാണ്ടിയുടെ ഒരു ലെഗസി ഈ മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്ന് എല്ലാവരും കരുതിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ അദൃശ്യനായ ഉമ്മൻചാണ്ടിയാണ് UDFന് ഇത്രയും വലിയ വിജയമുണ്ടാക്കിയത് എന്നുള്ളത് കൊണ്ടും ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ തീർത്തും അപ്രതീക്ഷിതമായി ചാണ്ടി ഉമ്മൻ്റെ പേര് മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ കൂട്ടത്തിലില്ല. അത് വാസ്തവത്തിൽ കോട്ടയം ജില്ലയിലെ വോട്ടർമാരെ സംബന്ധിച്ച് അല്പം നിരാശാജനകമാണ്. ഈ മന്ത്രിസഭയുടെ മറ്റൊരു പ്രത്യേകത, മുസ്ലിം ലീഗിൻ്റെ തന്നെ 5 മന്ത്രിമാരെ, അതുകൂടാതെ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിയും കൂടെ ആകുമ്പോൾ 6 മന്ത്രിമാർ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നല്ല പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിൽ ലഭിച്ചിട്ടുണ്ട്. ഈ മന്ത്രിസഭയുടെ മറ്റൊരു പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ തകർത്തുകൊണ്ടാണ് ഈ മന്ത്രിസഭ വന്നതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെ, അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വഭാവമുള്ള മന്ത്രിസഭ, നെഹ്റുവിൻ ഇടതുപക്ഷ സ്വഭാവമുള്ള മന്ത്രിസഭ എന്നാണ് ഇതിനെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ തന്നെ വിശേഷിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് തൻ്റെ പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും CPM ഇപ്പോൾ ഒരു വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അതൊരു വലതുപക്ഷ പാർട്ടിയുമാണെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരുടെ ചരിത്രത്തിൽ നിന്ന് തുടർച്ചയായിട്ട് വേണമെങ്കിൽ വി.ഡി. സതീശൻ്റെ മന്ത്രിസഭയെ കണക്കാക്കാം. മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലുള്ള ഒരു പാർട്ടിയെ പ്രതികരിക്കുന്ന മന്ത്രിയുള്ളത് ഈ മന്ത്രിസഭയിലാണ്. അത് മറ്റാരുമല്ല, CP ജോണാണ്. CMB എന്ന പാർട്ടി, ആ പാർട്ടിയുടെ ഏക പ്രതിനിധിയായ CP ജോൺ മന്ത്രിസഭയിൽ വരുമ്പോൾ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഈ CP ജോണാണെന്ന് പറയാം. ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി CP ജോണിൻ്റെ CMBയുമാണ്. RSP ഒരു വിപ്ലവ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല. മാത്രമല്ല, ഈ മന്ത്രിസഭയിൽ 8 ഇടതുപക്ഷ പാർട്ടികളുടെ ആളുകളുണ്ട്. അതിൽ നമുക്കറിയാം 3 പേര് CPMൽ നിന്ന് വന്നവരാണ്. G. സുധാകരൻ, കുഞ്ഞികൃഷ്ണൻ, നേരത്തെ തന്നെ ഇവിടെയുള്ള രമ, പിന്നെ ഗോവിന്ദൻ. ഇവരെല്ലാം ഇടതുപക്ഷ വ്യക്തികളാണ്. മൊത്തം 8 പേര് കമ്മ്യൂണിസ്റ്റുകാരോ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോ ആയിട്ട് ഈ മുന്നണിയിലുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. പക്ഷേ മന്ത്രിമാരായിട്ട് തൽക്കാലം 2 പേരേ ഉള്ളൂ. RSPയുടെ ബേബി ജോണും CMBയുടെ പ്രതിനിധിയായ സാക്ഷാൽ CP ജോണും. ഈ മന്ത്രിസഭയിൽ ഒരു വേറൊരു പ്രത്യേകതയുള്ളത്, ആദ്യമായിട്ടാണ് ധനവകുപ്പ് മുഖ്യമന്ത്രിനെ കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി ആകുന്ന വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധനവകുപ്പിൽ ഏറ്റവും അധികം പ്രാവീണ്യമുള്ള ഒരാളെന്നുള്ള നിലയിലും അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസമുള്ള ഒരാൾ അദ്ദേഹം തന്നെ ആയതുകൊണ്ടും അദ്ദേഹം ധനവകുപ്പ് കൈയാളാൻ ശ്രമിച്ചു. അതൊരു കണക്ക് നല്ല കാര്യമാണ്. കാരണം
മറ്റാരെ ഏൽപ്പിക്കുന്നതിനേക്കാളും അദ്ദേഹം തന്നെ. പക്ഷേ അദ്ദേഹത്തിന് ജോലിഭാരം കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പൊതുഭരണ വകുപ്പിന് ചുമതലയുണ്ട്, അതിൻ്റെ കൂടെ തുറമുഖത്തിന് ചുമതലയുണ്ട്. അങ്ങനെ പിന്നെ മറ്റ് മന്ത്രിമാരുടെ ഒന്നും വകുപ്പുകളിൽ പെടാത്ത എല്ലാ വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒട്ടേറെ ജോലിഭാരം ഉണ്ടായിട്ടും അദ്ദേഹം ഇത്രയേറെ തിരക്കുള്ള, എനിക്കൊന്ന് ഏറ്റവും അധികം ബാധ്യതകൾ, ഏറ്റവും അധികം തിരക്കുള്ള, ഏറ്റവും അധികം സെക്രട്ടേറിയറ്റിൽ ഏറ്റവും ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ഒരു ഫൈനാൻസ് വകുപ്പ് എന്ന് പറഞ്ഞ തന്നെ ഒരു വകുപ്പുണ്ട്. ഏറെ 100ഓളം പേരവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വകുപ്പിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിലും ശ്രീ വി ഡി സതീശന് വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു ചുമതലയാണ്, ജോലിഭാരമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ മറ്റൊരു പ്രത്യേകത, കെ മുരളീധരൻ ഈ മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ അദ്ദേഹം നേരത്തെ ഒരു തവണ മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ അതൊരു 6 മാസത്തേക്ക് മാത്രമായിരുന്നു. കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഒരു മന്ത്രിസഭയുടെ അവസാന കാലത്താണ് ഉണ്ടായത്. അപ്പം അതിന് മുമ്പുമൊക്കെ ആയിട്ട് പല പദവികൾ, പലതവണ MP ആയിരുന്നു, ഒരു തവണ KPC പ്രസിഡന്റ് ആയിരുന്നു ഒക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് ഇത്ര സീനിയറായ കെ മുരളീധരന് മന്ത്രിയാകാൻ കഴിയുന്നത്. അദ്ദേഹം ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയിലാണ് വരുന്നത്. അതേസമയം തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ട് KPC പ്രസിഡന്റായിരുന്നു കൊണ്ട് അതിന് തുടർച്ചയായിട്ട് മന്ത്രിയാകുന്ന മറ്റൊരാളാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് 1 വർഷത്തോളം KPC പ്രസിഡന്റായിരുന്നു. ഇപ്പോഴിതാ ആ 1 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മന്ത്രിയായിട്ട് മാറുന്നു. അദ്ദേഹം പേരാവൂർ എന്ന് പറയുന്ന ഒരു വടക്കൻ കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന MLA ആണെങ്കിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം തെളിയുന്നത്. ബിന്ദു കൃഷ്ണ ആണ് 2 വനിതാ മന്ത്രിമാരിൽ ഒരാൾ. ബിന്ദു കൃഷ്ണ നമുക്കറിയാം മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സീനിയറായിട്ടുള്ള വനിതയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകത ബിന്ദു കൃഷ്ണയുണ്ട്. M. ലിജു ആദ്യമായിട്ടാണ് MLA ആകുന്നതെങ്കിലും M. ലിജുവിന് മന്ത്രിയാകാൻ ഉള്ള യോഗമുണ്ടായി. കാരണം അദ്ദേഹം വളരെ സീനിയറായ ഒരു നേതാവായതുകൊണ്ടാണ് ആദ്യമായിട്ട് MLA ആയിട്ടും അദ്ദേഹത്തിന്. കാരണം ഇതിനു മുമ്പൊക്കെ അദ്ദേഹം മത്സരിച്ച് തോക്കുകയായിരുന്നു. അദ്ദേഹം കായംകുളത്ത് നിന്ന് ജയിച്ചു, അദ്ദേഹം മന്ത്രിയാകുന്നു. പിന്നെ ഇത്തവണത്തെ ഒരു പ്രത്യേകത, റോജി M. ജോൺ, അദ്ദേഹം 2ാമതാണ് MLA ആകുന്നത്. അതുകൊണ്ട് അത് പരിഗണിച്ചായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തത്. അല്ലെങ്കിൽ 2ാമത് MLA ആകുന്ന ആളാണ് ചാണ്ടി ഉമ്മനെങ്കിലും അതിനേക്കാളും സീനിയോറിറ്റി ഉണ്ട്. ഒരു തവണ പൂർണ്ണമായും ഒരു 5 വർഷം തികച്ച MLA ആണ്. കൂടാതെ അദ്ദേഹം ഒട്ടേറെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ദേശീയ തലത്തിലുള്ള പല ഭാരവാഹിത്വം വഹിച്ച ആളാണ്. അപ്പം ചാണ്ടി ഉമ്മനെക്കാട്ടിലും സീനിയോറിറ്റി ഉള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലാവണം റോജി M. ജോണിനെ പരിഗണിച്ചത്. എന്തായാലും റോജി M. ജോൺ അത് അർഹിക്കുന്ന വ്യക്തി തന്നെയാണ്. മറ്റൊരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ജനീഷാണ്. ജനീഷ് 6 മാസം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകുന്നത്. അദ്ദേഹത്തിന് വൈകാതെ തന്നെ MLA ആകാനും ഇപ്പോൾ മന്ത്രിയാകാൻ അവസരം കിട്ടി. ഇവരെല്ലാം KC വേണുഗോപാലിൻ്റെ പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ താല്പര്യപ്രകാരം വരുന്നതാണ് എന്ന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത, ഭരിക്കുന്നത് ശ്രീ വി ഡി സതീശനാണെങ്കിലും മന്ത്രിസഭയിൽ ശ്രീ KC വേണുഗോപാലിന് നല്ലൊരു പിടി ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ UDFൻ്റെ നേതാവ് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾ ആ നിലയിൽ വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിലും വി ഡി സതീശനാണ് ഭരണം നിയന്ത്രിക്കുന്ന ആളെങ്കിലും വളരെ അദൃശ്യ ശക്തിയായിട്ട് ഈ മന്ത്രിസഭയെ നിയന്ത്രിക്കാനായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് മത്സരിച്ച് പരാജയപ്പെട്ട KC വേണുഗോപാൽ ഉണ്ടായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അദ്ദേഹം ആഗ്രഹിക്കുന്നവരൊന്നും മന്ത്രിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പും വിജിലൻസും കിട്ടി. അതുകൊണ്ട് അങ്ങനെയും അദ്ദേഹത്തിന് സമാധാനപ്പെടാം. അങ്ങനെ എന്തായാലും വളരെ പ്രഗത്ഭരായ കഴിവുറ്റ ആളുകൾ തന്നെയാണ് ഈ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഒത്തൊരുമയോടെ എല്ലാവരുടെയും ആഗ്രഹം സാധിച്ചു. മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ പോയ KC വേണുഗോപാലിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പ്രാതിനിധ്യവും അവരുടെ താല്പര്യവും ഈ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിയും എന്നുള്ള പ്രത്യേകതയുടെ കൂടിയുണ്ട്. എന്തായാലും ബാക്കിയൊക്കെ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കാണാം.